നിങ്ങൾ നമ്പർ ഇങ്ങനെ ആലോചിക്കുന്ന പറയുമ്പോ എന്റെ കണ്ണ് ഞാൻ മൂവ് ചെയ്യാണ്ടൊക്കെ നോക്കി. അൻവർ ഭായി ഇത് ചെയ്ത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് തോന്നി. അത് ഹായ്, മെന്റലിസ്റ്റ് അൻവർ പുലാപ്പറ്റയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലെ 7th ലോഞ്ചിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 7th ലോഞ്ചിനെ കുറിച്ച്. ഈ മുന്നിലിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ ചെറിയ കണ്ട അറിയാൻ പറ്റും. ഷമീംക്കാണ്. 2016-18 കാലഘട്ടങ്ങളിൽ മഴവിൽ മനോരമയുടെ എപ്പിസോഡുകൾ കീഴടക്കിയ 100-ലധികം എപ്പിസോഡുകൾ കീഴടക്കിയ കേരളത്തിലെ അറിയപ്പെടുന്ന ഷെഫാണ്. ഈ കളറും ഈ ബാക്ക്ഗ്രൗണ്ടും കണ്ടാൽ തന്നെ പറയാണ്ട് തന്നെ അറിയാം 7th ലോഞ്ച് പെരിന്തൽമണ്ണയിൽ. ഓക്കെ, എൻ്റെ ഗൾഫിൽ എൻ്റെ എല്ലാമായിരുന്ന ഫൈസൽക്ക, നബീൽക്ക, അതിൻ്റെയൊക്കെ വേണ്ടപ്പെട്ട ആളാണെന്ന് കൂടി അറിഞ്ഞു. അതിൻ്റെയൊക്കെ ഫ്രണ്ട്സാണ്. അതിപ്പോൾ ഇന്നാണ് അറിയുന്നത്. എന്തായാലും നിങ്ങളുടെ മടിയിലൊരു ഫോണുണ്ട്. ഏതാണ് ഫോണ്? ഐഫോണാണ്. അതിനൊരു ലോക്ക് ഉണ്ട് ഐഫോണിന്. ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണായിട്ടാണ് ഐഫോൺ അറിയപ്പെടുന്നത്. മുമ്പ് ബ്ലാക്ക്ബെറി ആയിരുന്നു മെസ്സേജ്. എന്തായാലും ഒരു മെന്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുന്നിലൊന്നും മറിയില്ല. ഏത് ഐഫോൺ ആയിക്കോട്ടെ, ഏത് ബ്ലാക്ക്ബെറി ആയിക്കോട്ടെ, ഏത് ഗൂഗിളിന്റെ സെർവർ ആയിക്കോട്ടെ, പൊളിക്കാമെന്ന് ചലഞ്ച് ചെയ്താൽ അവൻ അത് പൊളിച്ചെടുക്കുന്നതാണ് ഒരു മെന്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാറുള്ളത്. ശരി. അപ്പൊ മെന്റലിസം എന്നതൊരു കലയാണ്, ഒരു ആർട്ടാണ്. എന്തായാലും നിങ്ങളുടെ ഈ ഫോണ് ഞാനൊന്ന് തുറക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏതാണ്? 13 Pro. ഓക്കെ, എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ കണ്ണിലേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. അതിലുള്ള അക്കങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിൽ കൊണ്ടുവരും. എത്ര അക്കൗണ്ട്? 6 അക്കമായിരിക്കും അല്ലേ? അതെ. ഓരോന്നോരോന്നായി മനസ്സിൽ കൊണ്ടുവന്നല്ലേ? ശരി, എന്റെ കയ്യിലൊന്നും അവ എഴുതുന്ന പോലെ ചിന്തിക്കും. റിലാക്സ്. ഓക്കെ, ആ ഫോൺ തരും. നിങ്ങൾ കണ്ണൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ പറയുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറക്കരുത്. വളരെ സാവധാനം ശ്വാസം മുകളിലേക്ക് വലിക്കുക. ഞാൻ പറയുന്നത് വരെ കണ്ണ് തുറക്കരുത്. സാവധാനം ഇത് ചെയ്യുക. ഞാൻ പറയുന്നത് വരെ നിങ്ങളുടെ കണ്ണ് തുറക്കരുത്. സാവധാനം ശ്വാസം മുകളിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറയുന്നത് വരെ നിങ്ങളുടെ കണ്ണ് തുറക്കരുത്. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ഷമീംക്ക, പിന്നെ ഷമീംഖാന്റെ ഫോൺ ലോക്കാണ് അല്ലേ? നോക്ക്, തുറന്നിട്ടില്ല. ലോക്കല്ലേ? അല്ലേ? ഞാൻ ആ പാസ്വേഡ് ഒന്ന് തുറക്കാൻ ഉദ്ദേശിക്കുകയാണ്. തുറന്നു കഴിഞ്ഞാൽ ഫോൺ ചിലപ്പോൾ കിട്ടില്ല. വീട്ടിൽ ഡയറക്റ്റ് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ആപ്പിളിന്റെ ആളെ കണ്ടാൽ തൂക്കിക്കൊണ്ടുപോകും. നിങ്ങള് വീട്ടില് വൈഫിനെ അറിയോ ഏത് ഇതിന്റെ പാസ്വേഡ്? വൈഫിനെ അറിയും. മക്കൾക്കും എല്ലാം അറിയും. മക്കൾക്കും വൈഫിനൊക്കെ അറിയാം. ശരി, എന്തായാലും ഷമീംഖാന്റെ മുഖത്തിലേക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് കാണിച്ചോളൂ. അവിടെ തുറക്കുന്നുണ്ടേ. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഒന്ന് തുറന്നു നോക്കാം. ഷമീംഖ, ഓക്കെ, ക്യാമറയിൽ കാണിച്ചോളൂ. ഷമീംഖാന്റെ മുഖം കാണിച്ചോളൂ. ഷമീംഖ, ഇതാ ഒന്ന് നോക്കിക്കോളൂ. വരയ്ക്കുന്നുണ്ട് കൈ. ഇതുവരെ ഓക്കെയാണോ? ഓക്കെയാണോ? സ്ഥലം അറിയല്ലോ. അടിപൊളി. അൻവർ ഭായി ഇത് ചെയ്ത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് തോന്നി. അത് ഇതിന് ഇറങ്ങുമ്പോ എത്ര വിലയാണ്? അത് ഞാൻ വാങ്ങിയത് 1.25. ഓക്കെ, അതായത് പിന്നെ 1,25,000 കൊടുത്തിട്ട് ഷമീംക്ക് വാങ്ങിയ ഫോണ് വേറൊരാളെ കയ്യില് തുറന്നിട്ട് എന്റെ കയ്യിലല്ലേ. ഷമീംക്ക് അത്രയും വില കൂടിയ ഫോൺ. ഇത് ഒറിജിനൽ തുറന്നൊക്കെയല്ലേ? അതെ. ഇത് ശരിക്കും ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വീഡിയോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ഒരു എക്സ്പീരിയൻസ്. അതിപ്പോ ലൈഫിൽ നേരിട്ട് അനുഭവിച്ച ഒരു സാധനമാണ്. അപ്പൊ അത് എന്തായാലും എന്താ പറയുക, വളരെ അടിപൊളി. ഈ ഒരു എന്താ പറയാ, ഇതിന്റെ ബാക്കെൻഡിൽ കുറെ വർക്കുകൾ ഉണ്ടാവും, കുറെ എഫേർട്ട് ഉണ്ടാവും. പിന്നെ ഇത് കിട്ടുന്ന എനിക്ക് ഒരിക്കലും എന്റെ മൈൻഡ് എന്താ പറയുക, ഞാൻ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ മൈൻഡ് ട്വിസ്റ്റ് നമ്പേഴ്സ് ഒന്നും ആലോചിച്ചിട്ടില്ല.
നിങ്ങൾ എടുക്കാതിരിക്കാൻ എങ്ങനെയാണ് ഇത് കിട്ടാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ചലഞ്ച് ഉണ്ടായിരുന്നു, ഉള്ളില് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. നിങ്ങൾ നമ്പർ ഇങ്ങനെ ആലോചിക്കുന്ന പറയുമ്പോ എന്റെ കണ്ണ് ഞാൻ മൂവ് ചെയ്യാണ്ടൊക്കെ നോക്കി എവിടെയാണ് ഇത് പിക്ക് ചെയ്തതെന്നുള്ളത്